മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത ഭൂമി 11 ഏക്കർ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി CK മുഹമ്മദ് അലി, മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ്, യൂത്ത് ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികൾ, സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ, അതുപോലെ ഈ പ്രദേശത്തെ പാർട്ടിയുടെ നേതാക്കന്മാർ എല്ലാവരും ചേർന്നാണ് ഈ ഭൂമി സന്ദർശിക്കാൻ വേണ്ടി വന്നത്. ഈ ഭൂമി മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത് 2019 ആരുടെയൊക്കെ ഉടമസ്ഥതയിലാണ് ഈ ഭൂമി എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിനകത്തെ അഴിമതിയുടെ ആദ്യത്തെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഭൂമി ഏറ്റെടുത്തത് ഒന്ന് ശ്രീ അബീബ് റഹ്മാൻ അഭയം പൂക്കയിൽ തിരൂർ, മറ്റൊന്ന് അബ്ദുൽ ജലീൽ പണ്ണിക്കണ്ടത്തിൽ വീട്, ശ്രീ ജംഷീദ് റഫീഖ്, ശ്രീ മുഹമ്മദ് കാസിം അഭയം തിരൂർ, ശ്രീ യാസിർ, ശ്രീ അബ്ദുസലാം പന്നിക്കണ്ടത്തിൽ തിരൂർ, ശ്രീ ഇൻജാസ് മുനവർ, ശ്രീ അബ്ദുൽ ഗഫൂർ പന്നിക്കണ്ടത്തിൽ, ശ്രീ വെള്ളേക്കാട്ട് നിയാസിന് വേണ്ടി മുഹമ്മദ് കാസിം. ഇത്രയും ആളുകളുടെ കയ്യിൽ നിന്നാണ് ഈ ഭൂമി സംസ്ഥാന സർക്കാർ 11 ഏക്കർ ഏറ്റെടുത്തത്. ഈ വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് പറയുമ്പോൾ ഈ ഹബീബ് റഹ്മാനും അതുപോലെ തന്നെ ജംഷീദ് റഫീഖും വെള്ളേക്കാട്ട് നിയാസും, ഹബീബ് റഹ്മാനും വെള്ളേക്കാട്ട് നിയാസും മുഹമ്മദ് കാസിമും, ഈ 3 ആളുകൾ കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ സഹോദരൻ്റെ മക്കളാണ്. മറ്റാളുകൾ ശ്രീ അബ്ദുൽ ഗഫൂർ പന്നിക്കണ്ടത്തിൽ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 തവണയായി തിരൂർ മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണ് അബ്ദുസലാമും അബ്ദുൽ ജലീലും ശ്രീ ജംഷീദ് റഫീഖും. ഇവരുടെ കയ്യിൽ നിന്നാണ് മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി 11 ഏക്കർ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. ഏറ്റെടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ ഈ ഭൂമിയിൽ വന്ന് അന്ന് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, ഇത് CRZ 3 ഉൾക്കൊള്ളുന്ന NDZ നോൺ ഡെവലപ്മെൻറ്റ് സോണായ, ബഫർ സോണായ, അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായ കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഇവിടെ നിർമ്മാണം ഒരു കാരണവശാലും നടക്കില്ല. ഈ ഭൂമിയുടെ പേരിൽ അഴിമതിയുണ്ട് എന്നായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ആക്ഷേപം 2019. അന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ഇരുന്ന ആൾ ശ്രീ KT ജലീലാണ്. അന്ന് അദ്ദേഹം മറുപടി പറഞ്ഞത്, കണ്ടൽക്കാടും അതുപോലെ തന്നെ പവർ സോണും CRZ 3 NDZ ഒക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലം പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഈ 11 ഏക്കർ സ്ഥലം ഞങ്ങൾ ഏറ്റെടുത്തത് എന്നായിരുന്നു ജലീലിൻ്റെ അന്നത്തെ വാദം. എന്നാൽ ഇപ്പോൾ ഗ്രീൻ ട്രിബ്യൂണൽ, ചെന്നൈയിലെ ഗ്രീൻ ട്രിബ്യൂണൽ ഏർപ്പെടുത്തിയ ഉപസമിതി കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു, ഇതിനകത്തെ മഹാഭൂരിഭാഗം വരുന്ന ഭൂമികളും, ഏതാണ്ട് എല്ലാ സർവേ നമ്പറിലെയും ഭൂമികൾ ഈ പറയുന്ന CRZ 3 വരുന്ന, കൃത്യമായി അതിൻ്റെ കോപ്പിയാണ്, മാധ്യമങ്ങൾക്ക് അതിൻ്റെ കോപ്പി നൽകാം. CRZ 3 അതുപോലെ തന്നെ NDZ നോൺ ഡെവലപ്മെൻറ്റ് സോണ്, മാംഗ്രൂവ്സ്, കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലമാണെന്ന് ചെന്നൈയിലെ ഗ്രീൻ ട്രിബ്യൂണൽ കണ്ടെത്തിയ റിപ്പോർട്ടിൻ്റെ കോപ്പിയാണ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ കാണിക്കുന്നത്. ഇനി ഈ ഭൂമിയുടെ വില, ഇതിന് ന്യായവില പരിശോധിക്കുമ്പോഴാണ് നമുക്കറിയാം, ന്യായവിലക്ക് നമ്മുടെ നാട്ടിലെവിടെയും ഭൂമി നടക്കാറില്ല, ഭൂമി കച്ചവടം നടക്കാറില്ല, ശരിയാണ്. പക്ഷേ ന്യായവിലയുടെ ഏതാണ്ട് എത്ര ഇരട്ടി, ആ പേപ്പർ നിൽക്കും, ഏതാണ്ട് എത്ര ഇരട്ടി ആയിരിക്കും സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി? ഇതിനകത്ത് വിവരാവകാശ പ്രകാരം ഈ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ന്യായവില എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ നൽകിയ മറുപടിയാണ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ കാണിക്കുന്നത്. 6-1 പരമാവധി വില 7500 രൂപ. 6-1 എന്ന് പറഞ്ഞാൽ, ഒരു 6 എന്ന് പറഞ്ഞാൽ 2 സെൻറ്റും 2.47 സെൻറ്റ്, 2.47 സെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിന് 7500-ൻ്റെ പകുതിയിൽ താഴെ മാത്രമാണ് ന്യായവിലയുള്ളത്. എന്നാൽ ഈ ഭൂമിക്ക് സർക്കാർ എത്രയാണ് വില കൊടുത്തത്? 1,60,60,000.
17,65,00,000 രൂപയാണ് ഈ സ്ഥലത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ പാർട്ടിക്ക് താല്പര്യമുള്ള ആളുകൾക്ക് കൊടുത്തത്. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീൽ, അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീലിന് അത് നിഷേധിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, ഈ ആളുകളുടെ ഒന്നും പേരിലുള്ള പരമ്പരാഗതമായ ഭൂമിയല്ല ഈ ഭൂമി. ഇത് സർക്കാരിന് കച്ചവടം ചെയ്യാൻ വേണ്ടി തൊട്ടു മുമ്പ് ഈ പ്രദേശത്തെ വിവിധ ആളുകളിൽ നിന്ന് ചെറിയ വിലക്ക്, പരമാവധി ഒരു സെൻറ്റിന് 40,000, ഏറ്റവും കുറഞ്ഞത് 2,000 രൂപ മുതൽ 40,000 രൂപ വരെ വിലയുള്ള ഭൂമിയാണ് ഇത്. ടോട്ടൽ 11 ഏക്കർ ഇവർ കളക്ട് ചെയ്ത് സംസ്ഥാന സർക്കാരിന് ഒരു സെൻറ്റിന് 1,60,000 രൂപക്ക് മറിച്ച് വിറ്റത്. ഈ ആളുകളൊക്കെ ഇടനിലക്കാരായി നിന്ന ആളുകളാണ്. ഭൂമി വിറ്റ ഒരാളാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്, മൊയ്തീങ്ക അല്ലേ? പേര് മൊയ്തീങ്ക. മൊയ്തീങ്ക ഒരു സെൻറ്റിന് അന്ന് എത്രക്കാണ് വിറ്റത്? 35,000 രൂപയ്ക്കാണ് മൊയ്തീങ്ക സ്ഥലം വിറ്റത്. ഈ റോഡിനോട് ചേർന്നുള്ള സ്ഥലം വിറ്റ ഒരാളെ ഞാനിപ്പോൾ കണ്ടു. അദ്ദേഹത്തിന് മാധ്യമങ്ങളുടെ മുമ്പാകെ വരാൻ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞാൻ 40,000 രൂപക്കാണ് വിറ്റതെന്നാണ്. എന്ന് പറഞ്ഞാൽ റോഡിനോട് ചേർന്ന സ്ഥലം 40,000, ഇദ്ദേഹത്തിൻ്റെ കുറച്ച് അകത്ത് ഇദ്ദേഹം 35,000, പിറകോട്ട് പോകും തോറും ഏറ്റവും ചുരുങ്ങിയത് അവസാനം വരുന്നത് 2,000 രൂപ. ഈ ഭൂമിയാണ് ഇങ്ങനെ കൊള്ള വിലക്ക് 1,60,000 രൂപക്ക് ശ്രീ കെ ടി ജലീലിൻ്റെ താല്പര്യപ്രകാരം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. ഇനി അന്ന് ഞങ്ങൾ പറഞ്ഞു ചതുപ്പ് സ്ഥലമാണ്, അപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് ഈ പ്രദേശം ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി പറയാണ്. ഇതിൻ്റെ പിറകിലേക്ക് നിങ്ങളെ ക്യാമറ കണ്ണുകൾ ഒന്ന് പോയാൽ അത് ചതുപ്പ് പ്രദേശമാണെന്നും കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലമാണെന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, 2019 കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈനിലൂടെ തറക്കല്ലിട്ട സ്ഥലമാണ്. 6 വർഷമായിട്ട് ഇന്നുവരെ ഒരു കല്ല് പോലും ഈ സ്ഥലത്ത് വെച്ചിട്ടില്ല, വെക്കാൻ കഴിയില്ല. എന്താ കാര്യം? ഇതിന് പരിസ്ഥിതി അനുമതി കിട്ടില്ല. ഇതിൽ വിവിധ വകുപ്പുകളുടെ ഒരു അനുമതിയും കിട്ടില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് 2019 തറക്കല്ലിട്ടിട്ട് ഒരു കല്ല് പോലും ഈ പ്രദേശത്ത് വെക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്തത്. ഇപ്പോൾ സർക്കാർ വേറെ ഭൂമി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യൂത്ത് ലീഗിന് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത്, ഒന്നാമത്തെ കാര്യം, സർക്കാർ ചെലവഴിച്ച 17,65,00,000 രൂപ ശ്രീ കെ ടി ജലീലിൽ നിന്ന് ഈടാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. കാരണം ഈ ഭൂമി ഉപയോഗശൂന്യമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഈ ഭൂമി വേണമെങ്കിൽ ജലീൽ ഏറ്റെടുത്തോട്ടെ. ജലീൽ ഭാര്യയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണെങ്കിലും ശരി, അത് മാസത്തവണ അടച്ചു കൊടുത്തിട്ടാണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും ശരി, സർക്കാരിന് സാധാരണക്കാർ നികുതി കൊടുക്കുന്ന പണം ഉപയോഗിച്ച് വാങ്ങേണ്ട ഭൂമിയല്ല ഈ ഭൂമി എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ജലീലിൽ നിന്ന് ഇത് തിരിച്ചു പിടിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. അതുമാത്രം പോരാ, ഇതുമായി ബന്ധപ്പെട്ട അഴിമതി കൃത്യമായി അന്വേഷിച്ച് നിയമ നടപടി സ്വീകരിക്കാൻ ജലീൽ മാത്രമല്ല, ഇതിനകത്ത് ഈ പറയുന്ന ആളുകളൊക്കെ പങ്കുപറ്റിയിട്ടുണ്ട്. ആരൊക്കെയാണോ ഇതിനകത്ത് പങ്കുപറ്റിയത് അവരെല്ലാം നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത്. ഇതിനകത്ത് ജലീലിന് ഒരു പങ്കുമില്ല എന്ന് ജലീൽ പറയുകയാണെങ്കിൽ, പറഞ്ഞാലും ശരി പറഞ്ഞില്ലെങ്കിലും ശരി, തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ വകുപ്പും അദ്ദേഹവും ഒക്കെ ഇടപെട്ടതിൻ്റെ രേഖകൾ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെ മുമ്പാകെ നൽകും. ഇപ്പോൾ ഇക്കാര്യമാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ ഭൂമി ഇടപാടിൽ, സാമ്പത്തിക ഇടപാടിൽ ജലീൽ പണം വാങ്ങിയെന്നാണ് ആരോപിക്കുന്നത്. ഉറപ്പായിട്ടും. കാരണം ഇത്ര ചതുപ്പ് പ്രദേശമായ ഈ സ്ഥലം ഉപയോഗശൂന്യമാണ് എന്ന് അന്ന് തന്നെ, ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ കേരള നിയമസഭയിൽ ഈ നിയോജകമണ്ഡലത്തിൽ MLA ആയ ശ്രീ മമ്മൂട്ടി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, ഞങ്ങൾ പ്രതിപക്ഷ സംഘടനകളൊക്കെ അന്ന് പറഞ്ഞിട്ടും അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ ഈ ഭൂമിയിൽ നിർമ്മാണം നടക്കും, ഒരു കുഴപ്പമുള്ള ഭൂമിയല്ല, ഇത് കോൺഗ്രസും ലീഗും വെറുതെ പറയുന്ന ആക്ഷേപമാണ്, വികസനം മുടക്കുകയാണ് എന്നായിരുന്നു അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീലിൻ്റെ വാദം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിർമ്മാണം നടക്കണ്ടേ? ഒരു കല്ലെങ്കിലും വെക്കണ്ടേ? അപ്പോൾ എന്തിനാണ് ഈ 35,000 രൂപയ്ക്കാണ് ഇദ്ദേഹത്തിൻ്റെ, ഞങ്ങൾ ആളെ നേരെ മാധ്യമങ്ങളുടെ മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 2 ഏക്കർ 85 സെൻറ്റ് സ്ഥലമല്ല വാങ്ങിയത്. 2 ഏക്കർ 85 സെൻറ്റ് സ്ഥലം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. അദ്ദേഹം വിറ്റത് 35,000 രൂപയ്ക്ക്.
ഒരു 8 വർഷം 8-10 വർഷമായി. 8-10 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഭൂമി ഈ കച്ചവടം നടക്കുന്നത് ഈ 2019 പണം കൊടുത്തത് 2016 ഇതിൻ്റെ ഈ സർക്കാർ വന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് ഇത് ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പ് 2016 തൊട്ട് മുമ്പ് 2016 തുടക്കത്തിലോ മറ്റോ ആണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 35,000 രൂപയ്ക്ക് വാങ്ങിയത്. 2016 അദ്ദേഹം അവരെ അന്ന് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ലില്ലീസിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സർക്കാരിന് കൊടുക്കുന്നു. രജിസ്റ്റർ ചെയ്യുന്നതൊക്കെ സർക്കാരുമായിട്ട് നെഗോഷിയേഷൻ നടക്കുന്ന ആ സമയത്താണ്. രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. കാരണം അവരാണല്ലോ സർക്കാർ രജിസ്റ്റർ ചെയ്യുന്നത്. കാരണം അവർക്ക് പണം വൈറ്റ് പണവും കിട്ടണം. അവരെ സംബന്ധിച്ചിടത്തോളം അധിക വില കിട്ടിയെന്ന് മാത്രമല്ല 17,65 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്, സർക്കാർ കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് വൈറ്റ് മണിയായി കിട്ടി. ആ സൗകര്യം ചെയ്തു കൊടുത്തു. 35,000 ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അതായത് ഈ ഭൂമി ഇടപാടിൽ കള്ളപ്പണ ഇടപാട് നടന്നു എന്നാണ്. ഉറപ്പായിട്ടും. എന്താ സംശയം? കള്ളപ്പണ ഇടപാട് നടന്നു എന്നല്ല, അവരുടെ പണം വെളുപ്പിക്കാനുള്ള സാഹചര്യവും സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുത്തു. എന്താ സംശയം? അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, അദ്ദേഹം എന്തിന് ഈ ചതുപ്പ് പ്രദേശം വാങ്ങി? ഇദ്ദേഹത്തെ പോലെയുള്ള സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് 35,000 രൂപയ്ക്കും 2,000 രൂപയ്ക്കും ഒക്കെ വാങ്ങിയ ഭൂമി എന്തിനാണ് സംസ്ഥാന സർക്കാർ 1,60,000 വാങ്ങിയത്? മാത്രവുമല്ല, UDF ഏറ്റെടുത്തിട്ടില്ല. ഇല്ലില്ല. അന്ന് ഉദ്യോഗസ്ഥന്മാർ പല സ്ഥലങ്ങളും കണ്ടിരുന്നു. അന്ന് ബെഞ്ച് ഒരു സ്ഥലം, ബെഞ്ച് സ്കൂള്, അവർ സംസ്ഥാന സർക്കാരിനോട് രേഖാമൂലം പറഞ്ഞു. ആദവനാട് വേറെ സ്ഥലം കണ്ടിരുന്നു. ബെഞ്ച് സ്ഥലം അന്ന് അവരാവശ്യപ്പെട്ട തുക തന്നെ 1,20,000 അപ്പോൾ അന്ന് അവർ പറഞ്ഞു അതത്ര നല്ല സ്ഥലമല്ല. 52 സ്കൂൾ ബസ്സുകൾ ഡെയിലി പോകുന്ന സ്ഥലം. അവർ പറഞ്ഞു റോഡിന് അത്ര വീതിയില്ലാന്ന്. 52 സ്കൂൾ ബസ്സുകൾ ഡെയിലി പോകുന്ന ബെഞ്ച് സ്ഥാപനം. അവർ ചോദിച്ചത് 1,20,000. നെഗോഷിയേറ്റ് ചെയ്താൽ പിന്നെയും കുറയും. ആദവനാട് വേറെ ഭൂമി, നിർമ്മാണ യോഗ്യമായ ഭൂമി, കുറഞ്ഞ വിലക്ക് സർക്കാരിന് കൊടുക്കാമെന്ന് പറഞ്ഞത്, അതൊന്നും ഏറ്റെടുക്കാതെ UDFന്റെ കാലത്ത് ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥലങ്ങളെല്ലാം പ്രപ്പോസലായി പറഞ്ഞിരുന്നു. UDF ഒരു സ്ഥലവും ഏറ്റെടുത്തിട്ടില്ല. പിന്നീട് മാറി വന്ന സർക്കാർ ദ്രുതഗതിയിൽ ഇവരുമായി ചർച്ച നടത്തി. അതും ഇതിൻ്റെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട്, അതായത് ലാൻഡ് അക്വിസിഷൻ ആക്ടിലെ വകുപ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇവരുമായി ഒരു നെഗോഷിയേഷൻ നടത്തി. അവർ 1,70,000 ചോദിച്ചു, സർക്കാർ 1,60,000 കൊടുത്തു. ഇത് വിവാദമായതിന് പിന്നാലെ ഇതിന്റെ ഇടപാടുകൾ തൽക്കാലത്തിൽ നിർത്തിവെക്കുകയും പിന്നീട് ഒരു കമ്മിറ്റിയെ വെക്കുകയും ചെയ്തിരുന്നു. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ കളക്ടർക്ക് ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി വെക്കുകയും അതിനിടയിൽ ഹരിത ട്രിബ്യൂണലിന്റെ പോവുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഇത് 17 സംതിങ് ഏക്കർ ഭൂമി ഈ കണ്ടൽക്കാട് ഒഴിവാക്കിക്കൊണ്ടുള്ള 11 ഏക്കർ ഏറ്റെടുക്കുന്നതും പിന്നെ ആ തീരുമാനിച്ച 1,60,000 നിന്നും 10,000 രൂപ കുറച്ച് 70,000 10,000 കുറച്ച്. അതെ, അങ്ങനെയാണല്ലോ അവരുടെ വാദം. അത് അവരുടെ വാദം. ഗ്രീൻ ട്രിബ്യൂണൽ വെച്ച ആധികാരികമായ സമിതിയാണ് പറഞ്ഞത് ഈ ഭൂമി CRZ 3 പെട്ടതാണ്, NDZ പെട്ടതാണ്, മാംഗ്രൂവ്സ് ഉണ്ട്, കണ്ടൽക്കാടുള്ളതാണ്, ഇവിടെ നിർമ്മാണം നടക്കില്ല എന്ന് ആ സമിതി പറഞ്ഞ ഭൂമിയാണ്. ഇപ്പോഴും നിലനിൽക്കുന്നതാണല്ലോ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കാത്തത്. ഇതിൽ UDFന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടില്ലേ? അതായത് ഇങ്ങനെയുള്ള ഒരു ഭൂമി കച്ചവടം സ്വാഭാവികമായിട്ട് അന്ന് വലിയ തോതിൽ വാർത്തയായതാണ്. മാധ്യമങ്ങൾ ഇത് വാർത്ത പുറത്തു കൊണ്ടുവന്നതാണ്. അതിൽ ഈ പറയുന്ന സ്വകാര്യ റിയൽ എസ്റ്റേറ്റുകാർ കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങിയിരുന്നുവെന്നും ആ ഭൂമിയാണ് വിറ്റതെന്നൊക്കെ അറിയാമായിരുന്നു. പക്ഷേ വേണ്ടത്ര രീതിയിൽ ഒരു കേരള നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. KT ജലീൽ അതെ, അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞാലും ശരി, പറഞ്ഞില്ലെങ്കിലും ശരി, ഒരു അവസരം കൊടുക്കണം. അദ്ദേഹത്തിന് നിലപാട്. അദ്ദേഹം നേരിട്ട് ഇടപെട്ടതിൻ്റെ തെളിവുകൾ മാധ്യമങ്ങളുടെ മുമ്പാകെ നൽകും. ഒരു സംശയം വേണ്ട. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു വിഷയം ഞങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് 35,000 വിറ്റ ഒരാളെ ഞങ്ങൾ ഹാജരാക്കി. അത് 5 സെൻറ്റും 10 സെൻറ്റും ഒന്നും അല്ല. ഇതിനകത്ത് 11 ഏക്കറിൽ 2 ഏക്കർ 85 സെൻറ്റ് സ്ഥലം വിറ്റ ആളാണ് ഇദ്ദേഹം മൊയ്തീൻ ഖാ. അദ്ദേഹം വിറ്റത് 35,000 രൂപയ്ക്ക്. ആ ഭൂമിയാണ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ 1,60,000 വിറ്റത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ തന്നെ എത്ര കോടിയാണ് ലാഭം? ഇനി ബാക്കിലോട്ടൊക്കെ പോകുമ്പോൾ 2,000 വിറ്റ ആളുകളില്ലേ? പല ആളുകളും മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം ഈ കവർച്ചാ സംഘം, ആ കവർച്ചാ സംഘത്തിനെ ഭയമായതുകൊണ്ടാണ് പല ആളുകൾ. ഇപ്പോൾ ഒരു കവർച്ചാ സംഘത്തിൻ്റെ ഒരു പേരുണ്ടായിരുന്നല്ലോ ഇപ്പോൾ അടുത്ത കാലത്ത്, കുറുവാ സംഘം. ഈ തിരൂരിലെ കുറുവാ സംഘം, തിരൂരിലെയും താനൂരിലെയും ഒക്കെ കുറുവാ സംഘം നടത്തിയ ഈ മോഷണം
സ്വതന്ത്ര വേഷമണിഞ്ഞ ഈ കുറുവാ സംഘം നടത്തിയ അഴിമതി പുറത്തു പറയാൻ ധൈര്യമുള്ളത് ഒരു മൊയ്തീൻകാണ്. ഇദ്ദേഹത്തിന് ഇനി നാളെ ഒന്നും സംഭവിക്കാതെ നിങ്ങളൊക്കെ നോക്കണം. ഇവിടുത്തെ യൂത്ത് ലീഗ് പ്രവർത്തകരെ അത് ഏൽപ്പിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യം. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയമുള്ളത് കൊണ്ടാണ് അവരത് തുറന്നു പറയാൻ തയ്യാറാകാത്തത്. ഈ മന്ത്രി അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളുടെ മക്കളും ഭൂമി നൽകിയിട്ടുണ്ട്. ഉണ്ട്. അദ്ദേഹത്തിനും അതിനകത്ത് അല്ല, അത് അന്വേഷിക്കട്ടെ. ഇപ്പം നമ്മൾ നേരിട്ട് പങ്കില്ലാത്ത ഒരാളെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണ്. ജലീലിനെതിരായ തെളിവ് പുറത്തുവിടുന്നു പറയുന്നത്, അതായത് ഇതിൽ നടത്തിയ സാമ്പത്തിക ഇടപാടിൽ അദ്ദേഹം പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട തെളിവാണോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലം ഭൂമി അത് തെളിവ് വരുമ്പോൾ നിങ്ങൾ വിലയിരുത്തി. ഈ അഴിമതി എത്ര കോടിയുടെ ആയിരിക്കും നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് 10 കോടി, 15 കോടി അല്ലേ? ഏറ്റവും ചുരുങ്ങിയത് 10. അത് ഞാനൊരു ഏകദേശ കണക്ക് പറഞ്ഞ 15 കോടി. 15 കോടി. അത് ഞാനല്ലല്ലോ പറയേണ്ടത്. അത് ജലീലിനെ ചോദ്യം ചെയ്തിട്ട് ജലീലാണത് പറയേണ്ടത്. ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ അദ്ദേഹം എത്ര ഇനി പരമാവധി ഇതൂടെ പറഞ്ഞുതരാം, പരമാവധി പിടിച്ചു നിൽക്കാൻ കഴിയുക ഒരു 6 മാസം കൂടിയാണ്. 2026 ഏപ്രിൽ വരെ പിടിച്ചു നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരു ജനകീയ ഗവൺമെൻറ് അധികാരത്തിൽ വരും. കണക്ക് പറയിപ്പിക്കും, ഒരു സംശയം വേണ്ട, മറുപടി പറയിപ്പിക്കും. എത്രയാണോ ഈ നാട്ടിലെ നികുതി പണം കൊടുക്കുന്ന സാധാരണക്കാരൻ്റെ പണം ഇവർ അപഹരിച്ചത്, അത് അവരുടെയൊക്കെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നു മാത്രമല്ല, തിരിച്ചു പിടിക്കുന്നു മാത്രമല്ല, അവരൊക്കെ ജയിലഴി എണ്ണേണ്ടി വരും. ഒരു സംശയം വേണ്ട.